നമ്മൾ ഇന്ന് വെറൈറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്താണ് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, പഴയ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു ഫുഡിൻ്റെ ഒരു ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന രീതി. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ വീടിൻ്റെ വണ്ടയ്ക്ക് തന്നെ കയറി നിൽപ്പുണ്ട്. വേറെ ഒന്നുമല്ല, ചെറുതിൻ്റെ വണ്ടയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെറൈറ്റി ആയിട്ട് ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, കൂന്തൽ എന്ന് പറയുന്ന മീനിനെ. കൂന്തൽ പലയിടത്തും പല പേരാണ്. അത് കൂന്തൽ അല്ലെങ്കിൽ കണവ അല്ലേ? കണവ, കൂന്തൽ, അങ്ങനെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. അന്നേരം ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അന്നേരം കൂന്തലല്ലേ കണവ, അതൊരു റോസ്റ്റ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത്. നല്ല അടിപൊളി കൂന്തൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കൂന്തൽ ഇനി അതിനെ റോസ്റ്റ് ചെയ്യുന്ന പരിപാടി, അതിനെ ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ആ വീട് അത് മാത്രമല്ല, ഈ കൂന്തൽ പലർക്കും എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പലരും ഇത് വാങ്ങിക്കുന്നില്ല. അതാ ഒരു സംഭവം പലരും കണ്ടിട്ടുള്ളത്. കൂന്തലിന് മാർക്കറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കൂന്തലിന് 400, നമ്മൾക്ക് ഇന്നത്തെ വില ചോദിച്ചപ്പോൾ കൂന്തലിന് 440 രൂപ അല്ലേ? 440 രൂപയാണ് കൂന്തലിന് കിലോ മാർക്കറ്റിൽ ഇപ്പോൾ വില വരുന്നത്. നമ്മളന്നേരം 1 കിലോ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള കാഴ്ച വീഡിയോ കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അന്നേരം ആവശ്യമായിട്ടല്ല, 1 കിലോ കൂന്തല വാങ്ങിച്ചിട്ടുള്ളത്. വലിയൊരു കൂന്തല കിട്ടിയിട്ടുണ്ട്, ഒരു ചെറുതും കിട്ടിയിട്ടുണ്ട്. അന്നേരം അതിനെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ഒരു റോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കും. നിങ്ങൾ അന്നേരം റോസ്റ്റ് ഉണ്ടാക്കാൻ വരുമല്ലേ? പോയേക്കാം. അതുവരേക്കും ഓൺലൈൻ ട്രാവൽ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂന്തൽ നിങ്ങളെ കാണിച്ചു തരാം. നല്ല വലിയൊരു കൂന്തലാണ്. വലിയൊരു കൂന്തലാണ്. കാരണം ഇതാണ് കൂന്തൽ. നമ്മളിനി ഒരു പീസ് കൂടെ ഉണ്ട്, ചെറിയ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നില്ല. ചെറിയ 2 എണ്ണം ഉണ്ട്. ഉണ്ടോ? ഇതാണ് കൂന്തൽ. അന്നേരം നമ്മൾ ഇപ്പം ഈ കൂന്തൽ അല്ലെങ്കിൽ കണവ, കൂന്തൽ അല്ലെങ്കിൽ കണവ, ഒരിടത്ത് ഓരോ പേരാണ് പറഞ്ഞത്. ഇതിനെ നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തൊന്ന് എടുത്താലോ. ഇതിനെ ക്ലീൻ ചെയ്യാൻ പലർക്കും അറിയത്തില്ല. അതൊരു ഒരു പ്രോബ്ലം കൂടിയാണ്. ചിലർക്കൊക്കെ നമ്മുടെ വിഷമം, ചിലർക്കൊക്കെ മിക്കവാർക്കും അറിയാമായിരിക്കും, ചിലർക്ക് അറിയാത്തതുണ്ട്. അവർക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം ഈ ക്ലീൻ ചെയ്ത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാം. അന്നേരം ഈ കൂന്തൽ ക്ലീൻ ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെ ഇവിടെ പിടിച്ചിട്ട് നൈസായിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ്ടോ? ഇതാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഞരമ്പ് പോലെ അതിൻ്റെ ഇതുണ്ട്, അതോട് പിടിച്ചൊന്ന് വലിക്കണം. ഇതാണ് സാധാരണ പല മീനും എല്ലാം ഉണ്ടല്ലോ. അതിൻ്റെ നട്ടല്ല, അത് നട്ടല് മുള്ളു ഈ സാധനമാണ്. കണ്ടോ? ഈ സാധനം വലിച്ചു ഊരി എടുക്കണം. അപ്പോൾ പിന്നെ അതിനകത്തു നിന്നുള്ളത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള ഓപ്ഷനാണ്. കേട്ടോ, നോക്കാം. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അത് വലിച്ചു ഊരി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. വേറെ കേസ് കിട്ടുന്നില്ല. സംഭവം അന്നേരം സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞരമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വലിച്ചിങ്ങ് എടുത്താൽ മതി. തൊലി കളയുന്ന പരിപാടിയാണ്. നൈസായിട്ട് തന്നെ ഇങ്ങനെ വലിച്ചിളക്കിയാൽ മതി. പോക്കോളും. നഖം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മുടെ കയ്യിൽ നഖമൊക്കെ ഇല്ല, അതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും ഇത് ചെയ്യുന്നത്. സംഭവം തന്നെ ഇത്രയേ ഉള്ളേ. ഉണ്ടോ? ഇങ്ങനെ തൊലി വലിച്ചു ഊരി കളയണം. ഒരു സൈഡിൽ നമുക്ക് വലിച്ചാൽ ഫുള്ള് പൊക്കോളും. നഖമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് സൗകര്യമാണ്. കാരണം ഈ സൈഡിൽ കൂടെ പൊളിച്ച് അങ്ങ് എടുക്കുക. ആ തൊലി ചെറിയ കനം കുറഞ്ഞ ഒരു തൊലിയാണ്. അത് പെട്ടെന്ന് പോകുന്നതാണ് നല്ലപോലെ. അങ്ങനെ വലിച്ചിറങ്ങി അത് ക്ലീൻ ചെയ്ത് ആദ്യം എടുക്കണം. ഉള്ളിലെ ഈ കട്ട് സംഭവമുണ്ട്, അത് വലിച്ചു വേണ്ട. ഇതിവിടെ മഷീൻ എന്ന് പറഞ്ഞൊരു സാധനം പൊട്ട എടുക്കണം. അത് കണ്ടോ? വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടാതെ എടുക്കണം. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പും അങ്ങനെ ഭയങ്കര ചെറിയ പ്രോബ്ലംസ് വരും. അന്നേരം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പുതിയ രീതി എടുക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രീതി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സാധനം ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ തല ക്ലീൻ ചെയ്യുന്നത് തലയുടെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ റൗണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. ഉണ്ടോ? അങ്ങനെ അതിനെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അങ്ങനെ പലർക്കും ഇതിൻ്റെ തലയുടെ ആ ഷേപ്പ് അവിടെ ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. ഇതിൻ്റെ 2 സൈഡിലോട്ടും അകത്തിന് ശേഷം ഈ നടുക്കൂന്ന് ഇതിൻ്റെ തലയുടെ വരുന്ന ഒരു ഭാഗമുണ്ട്, അതിങ്ങനെ വലിച്ചിങ്ങെടുത്താൽ മതി. നമ്മളങ്ങനെ തലയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് ഇതിൻ്റെ തൊലി ഓരോന്ന് സൈഡ് ഉള്ള തൊലിയുടെ അതും ഇങ്ങനെ നമുക്ക് കൈ വെച്ച് തന്നെ പിടിച്ചാൽ പോവും. പോകാതെ പിച്ചാത്തി എടുത്ത് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി, അത് പൊക്കോളും. കൂന്തലല്ലേ കണവ നമ്മൾ ഒരെണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 എണ്ണം ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അന്നേരം ഇതിനെ ഇനി റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മളിത് വേവിക്കുന്നത്. വേവിച്ചിട്ടാണ് ഇത് റോസ്റ്റ് ഉണ്ടാക്കി
മസാല ഉണ്ടാക്കി അതിനകത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ലൊരു വെറൈറ്റി ഒരു കൂന്തലിൻ്റെ റോസ്റ്റ് ആയിരിക്കും ഇത്. കൂന്തൽ റോസ്റ്റ് ആയിരിക്കും. അന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് അടുത്ത വീഡിയോസിലോട്ട് പോകാൻ പറ്റും. അന്നേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തന്നെ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് നമുക്ക് കൂന്തൽ റോസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. പാത്രത്തിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം ഈ കണവ. അതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. കട്ട് ചെയ്തതിന് ശേഷം ഇത് കഴുകണം, ഒന്നുകൂടെ വൃത്തിക്ക് കഴുകി തന്നെ എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കഴുകി വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്, സെറ്റപ്പായിട്ട് കണ്ടോ. കട്ട് ചെയ്തെല്ലാം കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാല ചേർക്കേണ്ട ഒരു പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മസാല ചേർക്കാനുള്ളത് ഇപ്പോൾ ഓരോരോ ഐറ്റംസ് ഉണ്ട്, പറഞ്ഞുതരാം. വേണ്ട ഇപ്പോൾ ഒരു ആദ്യമായിട്ട് ചേർക്കേണ്ട ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അതാണ്ട് 1/2 ടീസ്പൂൺ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീടുള്ളത് ചില്ലി പൗഡറാണ്, നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. അത് 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ അത് മതി. 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ അതുകൂടി ചേർക്കണം. അത് 1/2 ടീസ്പൂൺ. എരി ഇഷ്ടപ്പെടുന്ന പോലെയാണ്. നമ്മൾ ഇതൊരു 1/2 കിലോ കണവയോളം ഉണ്ട് ഇത് മൊത്തത്തിൽ. അപ്പോൾ പിന്നീടുള്ളത് ഇഞ്ചി ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ നമ്മൾ അരച്ച് പൾപ്പ് പോലെ ഒന്ന് ചതച്ചെടുത്ത സാധനമാണ്. അപ്പോൾ അതുകൂടെ ഒരു ടീസ്പൂണോളം അതുകൂടെ ഇഞ്ചിയൂടെ ചേർക്കണം. 1 ടീസ്പൂൺ മതി. പിന്നെ ഉള്ളത് കറിവേപ്പില കുറച്ച് മതി, ഇത്തിരി ഒന്നും വേണ്ട. ഇതിരുന്ന് വേവപ്പം അതിൻ്റെ ഫ്ലേവർ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നീടുള്ളത് ഉപ്പാണ്. ഉപ്പ് പാകത്തിന് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഉപ്പ് വേണേൽ രണ്ടാമത് നോക്കിയിട്ടിട്ടാൽ മതി. ഒത്തിരി ഉപ്പിട്ട് കൂടി കഴിഞ്ഞാൽ പണിയാവും. 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്ര സാധനം ഇടണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ഇതിനെ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ അടുത്തായിട്ടുള്ള ഒരു 1/2 കപ്പ് വെള്ളം. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എടുക്കുന്ന കൂന്തലൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കണം. ആ പരിപാടി നമുക്ക് വേണ്ടേ ഉണ്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് കൂന്തൽ മുങ്ങി കിടക്കുന്ന പരുവമായിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു പരുവത്തിൽ മുങ്ങി കിടക്കണം. കാരണം ഈ വെള്ളം കൂന്തലിന് നല്ല വേവുള്ള, അപ്പോൾ ഇതിനകത്ത് കിടന്നാണ് ഈ സാധനം വേവുന്നത്. അപ്പോൾ ആ പരിപാടി നമുക്ക് നോക്കാം. ഇനി ഇതെടുത്ത് അടുപ്പേ വെക്കുക എന്നുള്ളത്. തീയൊക്കെ നല്ലപോലെ കത്തുന്നുണ്ട്. നമ്മൾ നാളെ കൂട്ടിയ അടുപ്പ് തന്നെയാണ്, പഴയ അടുപ്പ് കൂട്ടിയത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ അകത്തോട്ട് വെച്ച് നല്ലപോലെ വെച്ച് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം. ഒരു അടപ്പൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. വിറവിലടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മളന്നേരം ഒരൈറ്റവും നമ്മൾ ഇത്ര നാളെ ഉണ്ടാക്കി ഗ്യാസിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വിറവടുപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്കും അറിയാം. അന്നേരം വിറവടുപ്പിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല, നല്ല ടേസ്റ്റ് അല്ലേ. നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ജസ്റ്റ് വെള്ളം കുറവുണ്ടോ ഇല്ലയോ എന്നൊന്ന് തുറന്ന് നോക്കണം. ഉണ്ടോ സാധനം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്. ഈ കാറ്റിൽ തന്നെ നല്ലപോലെ അടുപ്പ് നല്ല കാറ്റ് കൊണ്ട് കത്തി നല്ല രീതിയിൽ കൂടെ കത്തിക്കുകയുള്ളൂ. വിറകൊക്കെ നമ്മൾ ഊതി കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിനി ഇതൊന്ന് നല്ല രീതിയിൽ കൂടെ ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ആ ഒരു പരിപാടിയില്ല. ഇനി അടുത്ത് അത് അവിടെ നിന്ന് അടുപ്പേരുന്ന് നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും വേണ്ട, ക്യാരറ്റ് കുറച്ച് മതി. ഇതൊന്ന് ഇങ്ങനെ ചീവിയിട്ട് നമ്മൾ ചീവി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോൾ ചീവി നല്ല രീതിയിൽ കൂടെ ഒന്ന് കഴുകിയിട്ട് ഉണ്ടോ ഇങ്ങനെ ഒന്ന് വെക്കാവുന്നതാണ്. അടുത്തത് ക്യാരറ്റൊന്നും അധികം വേണ്ട, കുറച്ച് ക്യാരറ്റൊക്കെ മതി, ഒത്തിരി ഒന്നും വേണ്ട. പിന്നീടുള്ള ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കമൊക്കെ നല്ലപോലെ വേണ്ടേ ഈ ചോടം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് കണ്ടോ ഈ ഒരു സെറ്റപ്പിൽ കിട്ടണം. കണ്ടോ ഇങ്ങനെ ക്യാപ്സിക്കമൊക്കെ നല്ലപോലെ അരിഞ്ഞ് അധികമൊന്നും വേണ്ട, ഒരു 2 അല്ലിയൊക്കെ മതി. ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൂടെ സെറ്റാക്കി ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താലേ അതൊരു സുഖമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഉണ്ടോ ഇതിൻ്റെ ആവശ്യമുള്ളൂ 3 പീസ് തക്കാളിയുടെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നീട് നമ്മുടെ അത് സാധനം വെന്തുകൊണ്ടിരിക്കുന്നു, അത് നോക്കാം നമുക്ക്. നമ്മളിപ്പം ഏകദേശം ലൈറ്റൊക്കെ പോയി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ലപോലെ വെന്ത് വെള്ളം പറ്റി കുറഞ്ഞു വരുവാണ്. കണ്ടോ നല്ലപോലെ ഒന്ന് വേവട്ടെ. തീയൊക്കെ നല്ലപോലെ ഉണ്ട്. ഇവിടെ ഒന്ന് അടച്ചു വെക്കാം. വെള്ളം പറ്റി വരുന്നുണ്ട്. നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ വേണ്ടേ ഇവിടെ ഇങ്ങനെ അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വേവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം മസാലയൊക്കെ ഇട്ട് വഴറ്റി വെക്കാൻ. അപ്പോഴത്തേന് സംഭവം ചെയ്തു വന്നപ്പോൾ ഇച്ചിരി നേരത്തെ ചെയ്യണമെന്ന് ഓർത്തിരുന്ന ചെയ്തു വന്നപ്പോൾ താമസിച്ചുപോയി. അതുകൊണ്ടെന്താ പറ്റി ഇരുട്ടി വേണ്ടേ, സൂര്യനൊക്കെ അസം വെച്ച് ഇരുട്ടി തുടങ്ങി. ഇപ്പം വേണ്ടേ
ഇതിൻ്റെ വെട്ടമുള്ള വെട്ടമില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ലൈറ്റ് എന്തെങ്കിലും വേണം എടുക്കണം, എന്നാലേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇനി ലൈറ്റ് കൂടെ വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ നോക്കി ഇരിക്കുമല്ലേ നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് ചെയ്യുന്നു. നല്ല അടിപൊളി ഐറ്റം ആയിരിക്കും, ഫസ്റ്റ് ടൈം വെക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അന്നേരം അതിൻ്റെ ബാക്കി കാണിച്ചു തരാം നിങ്ങളെ. കണവ വെന്ത് തന്നെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കണവ അങ്ങോട്ട് അടുപ്പേ നിന്ന് ഇറക്കാം. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് വെന്തില്ലെങ്കിൽ റബ്ബർ പോലെ കിടക്കുന്നതാണ്. കാരണം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ മുറിയുന്നുണ്ട് സാധനം. അന്നേരം സംഭവം ഉണ്ടോ മുറിയുന്നുണ്ട് സംഭവം. കണവ അന്നേരം അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി വെച്ചിട്ട് മസാലയും അതിൻ്റെ സവാളയിലോട്ട് വഴറ്റിയെടുക്കണം. അന്നേരം ഇതിനെ അടച്ച് ഇവിടോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് മസാലയും എല്ലാവരും വഴറ്റിയെടുക്കാനുള്ള പരിപാടി നോക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇതൊന്ന് നല്ലപോലെ ചൂട് പിടിച്ചപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. അന്നേരം ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുന്നു. എണ്ണയൊന്നും വേണ്ട, ആവശ്യത്തിന് ഇഞ്ചി കിട്ടും. ഇഞ്ചിക്കകത്തോട്ട് പച്ചമുളക് 2-3 പച്ചമുളക് നമ്മൾ കീറിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇനി സവാള 2 സവാളയോളം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല വലിയ സവാളയാണ്, അത് ഇട്ട് കൊടുക്കാം. അന്നേരം ഓയിൽ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് വഴതാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതാണ്. എന്നാലും കൂന്തലിന് നമ്മൾ ആദ്യം ഉപ്പിട്ടാണ്. അന്നേരം അതുകൊണ്ട് സവാളയ്ക്ക് ഒത്തിരി ഉപ്പിട്ട് കൂടുതലായി പോകാൻ പാടില്ല. ലേശം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എളുപ്പം സവാള വഴണ്ടൊക്കെ ഒരു ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴട്ടി ഒരു ചുമന്ന കളറിലേക്ക് അതൊന്ന് വഴണ്ട് വരണം. അത് പരുവത്തിലേക്ക് വഴട്ടിയെടുക്കണം. പടാമായിട്ടുണ്ട്. വിറകൊക്കെ നല്ലപോലെ കത്തി സെറ്റപ്പായിട്ട് വരുവാണ്. ഇതൊക്കെ പടപടാന്ന് ഈ അടുപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സുഖം, പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ഒരുപാട് തീ കൂടല്ലേ, നമ്മൾ ഇടയ്ക്ക് തീ കുറച്ച് കൊടുക്കുന്നുണ്ട്, തീ കൂടുന്നുണ്ട്. തീ ഒരുപാട് കൂടിയാലേ ഈ എണ്ണയുണ്ടോ ഇതിൻ്റെ അകത്തോട്ട് തീ കയറുവാണ്. നല്ലപോലെ മൂത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട മുളക് പൊടി, നമ്മൾ നേരത്തെ ഒന്ന് മുളക് പൊടി ചേർത്താം. അപ്പോൾ അതനുസരിച്ച് എരിവുള്ളവർ അതനുസരിച്ച് എരിവുള്ള നമ്മൾ ലേശം ഇടുന്നുള്ളൂ മുളക് പൊടി ആദ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ലേശം ഇട്ടേക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പെരുജീരകം അത് ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഇടുവാണ്. പക്ഷേ ഇത് പൊടികളെല്ലാം ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തക്കാളി ഒരു തക്കാളി കഷ്ടിച്ചരിഞ്ഞതോടുണ്ട്. നമുക്ക് നല്ലപോലെ മൂക്കട്ടെ. തക്കാളി കൂടെ നമുക്ക് അരിഞ്ഞിടാം. നമ്മളങ്ങനെ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമ്മുടെ ലേശം വെള്ളോട് ഒഴിച്ച് കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ വേണ്ട നമ്മുടെ കൂന്തൽ വേവിച്ചത് ഇടുവാണ്. ഉണ്ടോ അത് അതിനകത്തോട്ട് നമ്മുടെ ഈ കൂന്തലെല്ലാം ഒന്നിച്ചിട്ട് ഇളക്കി നല്ല സെറ്റപ്പായിട്ട് വരുവാണ്. അപ്പം നമ്മൾ തുടങ്ങിയത് ഇച്ചിരി ലേറ്റാട്ടോ, അതുകൊണ്ട് തീർന്നപ്പം ഇച്ചിരി താമസിച്ചു പോയി. സൂര്യനൊക്കെ അസ്തമിച്ചു. ഇപ്പോൾ സൂര്യനൊക്കെ ഇല്ല, ഇരുട്ടൊക്കെ ആയി. അപ്പോൾ ആ വെട്ടത്തിലൊക്കെ നിന്നാണ് നമ്മൾ ചെയ്തത്. ലൈറ്റൊക്കെ കത്തിച്ച് ഇരുട്ടത്തൊക്കെ ഇങ്ങനെ അടുപ്പ് കത്തിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇതാണ്ട് റെഡി. താമസിച്ചാലും സംഭവം സെറ്റായിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റ് ഇതാണ്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂന്തൽ നല്ല പോലെ ഗാർണിഷ് ചെയ്ത് കൂന്തൽ ആയിട്ടുണ്ട്. അന്നേരം ഇനി ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഉള്ളത്. ക്യാപ്സിക്കൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഉണ്ട്, സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വെട്ടമൊക്കെ ഇച്ചിരി കുറവായിക്കണം. നിങ്ങൾക്ക് അത്ര കിട്ടിയില്ലെന്ന് വരും. എന്നാലും സംഭവം വെടിക്കെട്ട് സംഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേണ്ടേ കൂന്തൽ ടേസ്റ്റ് ചെയ്യുക. അടുത്ത പരിപാടി ഇതാ, നമ്മളുണ്ടാക്കിയത് ആദ്യമായിട്ടാണ് കൂന്തൽ ഉണ്ടാക്കിയത്. ചൂട് പാറുന്ന സാധനം കണ്ടോ, ചൂടൊക്കെ പാറുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ള പരിപാടിയാണ് അടുത്തായിട്ടുള്ളത്. അപ്പോൾ ഇതാണ്ടേ എങ്ങനെയുണ്ട്? അടിപൊളി സാധനം. അത് കഴിക്കണം നിങ്ങൾ. വെടിക്കെട്ട് സാധനം നമ്മളുണ്ടാക്കിയോട്ട് പറയുന്നല്ല, ഒന്നും പറയാനില്ല. കൂന്തലേ
ഏകദേശം നല്ലപോലെ വേവണം. വെന്തില്ലെങ്കിൽ റബ്ബർ പോലെ കിടക്കും. ആ സംഭവം എല്ലാവരും പറയുന്നത് ശരിയാണ്, വെന്തില്ല. പക്ഷെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയല്ല, ആ മസാലയിലൊക്കെ നല്ലപോലെ കടന്ന് വെന്തതിൻ്റെ ഞാനുണ്ടോ റൗണ്ട് പോലെ കൂന്തലിരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഇതങ്ങോട്ട് തിന്നുന്നതിൻ്റെ സൂപ്പർ. തക്കാളിയൊക്കെ കൊണ്ട് സൈഡ് ഡിഷായിട്ട് ഇതൊക്കെ ക്യാരറ്റ് ക്യാപ്സിക്കം കൊണ്ട് ഉണ്ടോ, അത് തിന്നുന്നില്ല, എരി കൂടി. നമ്മൾ ഒന്നും പറയല്ല, അടാറ് ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മാർക്കറ്റിൽ സാമാന്യം വിലയുള്ളത് തന്നെ 440 രൂപയോളം കിലോയ്ക്ക് വിലയുള്ളതാണ് കൂന്തലിന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ വില. അതിനകത്ത് ടേസ്റ്റ് കൊണ്ടാണ് കൈ നോക്കിയപ്പോൾ അറിയാതെ ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണൂടെ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ എടുക്കുന്നതാണ്. ഇതുപോലുള്ള ഫുഡിങ് വീഡിയോസും ട്രാവൽ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈൻ ഓഫ് ബൈ ഓൺലൈൻ ട്രാവൽ ടെക്. ബൈ, സീ യു.